ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ ടി ബി, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് സ്ലൈറ്റ്ലി ബെറ്റർ ഓപ്പണിംഗ് ആണ്. Q1 റിസൾട്ടുകൾ ഇന്ന് മുതൽ വന്ന് തുടങ്ങുകയാണ്. TCSൻ്റെ റിസൾട്ടാണ് ഇന്ന് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ട്രേഡിങ്ങിന് ശേഷമാണ്. അതേസമയം ഏഷ്യയിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ജപ്പാൻ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ചൈനയിൽ നല്ല വൊളാറ്റിലിറ്റി ഉണ്ട്, മറ്റ് മാർക്കറ്റുകളിലും വൊളാറ്റിലിറ്റി ഉണ്ട്. ഓപ്പൺ ചെയ്തത് എല്ലാ മാർക്കറ്റുകളും പോസിറ്റീവ് ടെറിട്ടറിയിലായിരുന്നു. അതിനുശേഷം നല്ല വൊളാറ്റിലിറ്റിയാണ്. ഇന്നലെ അമേരിക്കൻ മാർക്കറ്റിലും നല്ല വൊളാറ്റിലിറ്റി ആയിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സ് മാത്രമാണ് ബെറ്റർ ആയിട്ട് ക്ലോസ് ചെയ്തിരുന്നത്. മറ്റെല്ലാ ഇൻഡെക്സുകളും താഴെയാണ്. യൂറോപ്യൻ മാർക്കറ്റുകളും ഇന്നലെ താഴെയായിരുന്നു. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഏഷ്യയിലെ ഇന്നലെ എല്ലാ മാർക്കറ്റുകളും താഴെയായിരുന്നു. ഇനി കമ്മോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ബ്രന്റ് ക്രൂഡ് ഓയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. $80 പെർ ബാരലിനാണ് ബ്രന്റ് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യുന്നത്. അതേസമയം മറ്റെല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കാണ്. ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്ന $4080 പെർ ഔൺസിനാണ്. സിൽവർ $58.27 പെർ ഔൺസിനാണ്. അതോടൊപ്പം കോപ്പർ ഇന്ന് സ്ലൈറ്റ്ലി ബെറ്റർ ആണ്. പക്ഷേ ഇന്നലെ കോപ്പർ, അലുമിനിയം, സിങ്ക് എല്ലാ കമ്മോഡിറ്റികളും സ്ലൈറ്റ്ലി വീക്കായിരുന്നു. ഇന്ന് മോർണിംഗിൽ പക്ഷേ കോപ്പർ ബെറ്റർ ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ്. 95.22 രൂപ പെർ ഡോളറിനാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരുന്നത്. ഒപ്പം SK ഹൈനിക്സിൻ്റെ ADRകളുടെ പ്രൈസിംഗ് ആണ് ഇന്ന് 7 times ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. നല്ല ഡിമാൻഡാണ് SK ഹൈനിക്സ് ADRനുള്ളത്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഇന്ന് സൗത്ത് കൊറിയയിലെ SK ഹൈനിക്സ് സ്റ്റോക്ക് പ്രൈസിലുണ്ട്. അറൗണ്ട് 6 to 7% ബെറ്റർ ആയിട്ടാണ് ഈ മെമ്മറി സ്റ്റോക്ക് ഇന്ന് സൗത്ത് കൊറിയയിൽ ട്രേഡ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ധാരാളം പോസിറ്റീവ് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. എന്നിരുന്നാലും നമ്മളെ സംബന്ധിച്ച് Q1 റിസൾട്ടുകൾ തന്നെയാണ് മേജർ ആയിട്ടുള്ളൊരു ഇവൻറ്റ്. അതേസമയം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വീണ്ടും വലിയ രീതിയിൽ വഷളായി ബ്രന്റ് ക്രൂഡ് ഓയിൽ വീണ്ടും മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും കണ്ടേക്കാം. അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് ഇന്നലത്തെ മാർക്കറ്റിലെ സെൽ ഓഫ്. Q1 റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ കഴിഞ്ഞ 6 മാസമായിട്ട് കണ്ടിന്യൂ ചെയ്യുന്ന മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ചെറിയ ഇമ്പാക്റ്റൊക്കെ Q1 റിസൾട്ടുകൾ ചില സെക്ടറുകളിലൊക്കെ കണ്ടേക്കാം. ഓവറോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ബെറ്റർ ദാൻ എക്സ്പെക്റ്റേഷൻസ് ആണ് കോർപ്പറേറ്റ് Q1 റിസൾട്ടുകളെല്ലാം തന്നെ. ഒപ്പം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ RRP ഡിഫൻസ് 64.31 കോടി രൂപ ഓർഡർ ബാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇന്ത്യ ഗവൺമെൻറ് 1600 കിലോമീറ്റർ അണ്ടർ സീ പവർ ട്രാൻസ്മിഷൻ കേബിൾ UAEയിലേക്ക് ലേ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ്. 40,000 കോടി രൂപയാണ് സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. വൺ സൺ വൺ വേൾഡ് വൺ ഗ്രിഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഭാഗമായിട്ടാണ്. തീർച്ചയായിട്ടും പവർ ട്രാൻസ്മിഷൻ കമ്പനികളെ സംബന്ധിച്ച് അണ്ടർ സീ കേബിളുകൾ ഉണ്ടാക്കുന്ന പവർ കേബിളുകൾ, അതുപോലെ തന്നെ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളുകൾ ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചൊക്കെ ഈ ന്യൂസ് പോസിറ്റീവാണ്. ഹിമാചൽ ഫ്യൂച്ചറിസ്റ്റ് കമ്മ്യൂണിക്കേഷൻ ലിമിറ്റഡ് ഒരു പുതിയ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. OptiQ എന്ന് പറയുന്നൊരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ഡാറ്റാ സെൻറ്ററുകൾക്ക് AIക്ക് വേണ്ടിയാണ്. ഒപ്പം 950 കോടി രൂപ അടുത്ത 2 വർഷമായിട്ട് സ്പെൻഡ് ചെയ്യാണ്. ഒപ്റ്റിക്കൽ ഫൈബർ പ്രൊഡക്റ്റ് കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടിയാണ്. അമേരിക്കയിൽ നിന്ന് വലിയ ഓർഡേഴ്സാണ് വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളാണ് കമ്പനി സൂചിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും ഇത് സ്റ്റെർലൈറ്റ് ടെക്നോളജീസിനെ സംബന്ധിച്ചും പോസിറ്റീവായിട്ട് ന്യൂസാണ്. നാറ്റ്കോ ഫാർമ ആഫ്രിക്കയിലത്തെ ഒരു കമ്പനിയിൽ 49% സ്റ്റേക്ക് അക്വയർ ചെയ്യാണ്. അതോടൊപ്പം IRB ഇൻഫ്ര ടോൾ കളക്ഷൻ 28% കഴിഞ്ഞ മാസം കൂടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ഒരു ന്യൂസാണ് പുറത്തു വന്നിരിക്കുന്നത്. ഗവൺമെൻറ് കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ പാർട്സിന്മേലും മറ്റനുബന്ധ ഘടകങ്ങളിൽ മേലുള്ള കസ്റ്റംസ് ഡ്യൂട്ടി എക്സംഷൻ മാർച്ച് 31, 2029 വരെ നീട്ടിക്കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും സിർമ SGS ടെക്നോളജീസ്, അതുപോലെ തന്നെ ബാറ്ററി രംഗത്തുള്ള എക്സൈഡ്, അമരരാജ്യ, ഒപ്പം ഇലക്ട്രോണിക് മാനുഫാക്ചറിംഗ് രംഗത്ത് ഡിക്സൺ, ആംബർ എൻ്റർപ്രൈസസ്, കെയ്ൻസ് ടെക്നോളജി, ഈ രംഗത്തുള്ള എല്ലാ കമ്പനികളെ സംബന്ധിച്ചും ഗവൺമെൻറ് ഡിസിഷൻ വളരെ പോസിറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒപ്പം ബാറ്ററി എനർജി സ്റ്റോറേജ് രംഗത്തുള്ള കമ്പനികളെ സംബന്ധിച്ചും മെഡിക്കൽ ഡിവൈസസ് ഉണ്ടാക്കുന്ന കമ്പനികളെ സംബന്ധിച്ചും ഈ ന്യൂസ് വളരെ
പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. ഇതൊക്കെയാണ് സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസുകൾ. അതോടൊപ്പം IPO രംഗം നോക്കുകയാണെങ്കിൽ SBI ഫണ്ട്സിൻ്റെ IPO 14-ാം തീയതി മുതൽ ഓപ്പൺ ചെയ്ത് 16-ാം തീയതി വരെയാണ്. 545-574 രൂപയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. വലിയൊരു IPO ആണ് SBI ഫണ്ട്സിൻ്റെ. SBI ഷെയർ ഹോൾഡേഴ്സിന് റിസർവേഷൻ ഉണ്ട്, പക്ഷേ പ്രൈസ് ഡിസ്കൗണ്ട് ഒന്നും തന്നെയില്ല. ഒപ്പം കഴിഞ്ഞ ദിവസം ഓപ്പൺ ചെയ്തിട്ടുള്ള കുസുംഗാർ ലിമിറ്റഡ് ആദ്യത്തെ ദിവസം തന്നെ 3.68 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. മെയിൻ ബോർഡ് IPO ആണ്. ഇന്ന് നല്ലൊരു IPO മെയിൻ ബോർഡിൽ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ലേസർ പവർ ആൻഡ് ഇൻഫ്രയാണ്. നല്ലൊരു IPO ആണ്. പവർ സെക്ടർ രംഗത്തുള്ളൊരു IPO ആണ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും ലിസ്റ്റിംഗ് ഗെയിം കിട്ടാം. 214 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. അതോടൊപ്പം BSE SMEയിൽ ഒരു IPO ഒന്ന് ഓപ്പൺ ചെയ്യുന്നുണ്ട്. ദേവ്സൺ കാറ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. 118 രൂപയാണ് അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. 1200 ഒരു ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യുന്ന റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ന് ഓപ്പൺ ചെയ്ത് 11-ാം തീയതിയാണ് എൻഡ് ചെയ്യുന്നത്. ഈ IPO നല്ലൊരു IPO ആണ്. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിം കിട്ടാൻ സാധ്യതയുള്ളൊരു IPO ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസുകൾ. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാം. മാർക്കറ്റ് താഴെ വരുന്ന അവസരങ്ങളിൽ തീർച്ചയായിട്ടും നമ്മൾ മുമ്പ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബാറ്ററി എനർജി സ്റ്റോറേജ് രംഗത്തുള്ള സ്റ്റോക്കുകൾ, പവർ ട്രാൻസ്മിഷൻ രംഗത്തുള്ള സ്റ്റോക്കുകൾ, AI ഡാറ്റാ സെൻറ്റർ ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ Q1 റിസൾട്ടുകൾ വാച്ച് ചെയ്യുക. ഒപ്പം മിഡിൽ ഈസ്റ്റ് ക്രൈസിസും വാച്ച് ചെയ്യുക. വീണ്ടും വലിയ രീതിയിൽ വഷളാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രന്റ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ചൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ വീണ്ടും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ ഒരു കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.